നമ്മൾ കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ ലഹരിയുടെ ഉപഭോഗം. ഞാനൊരു കണക്ക് നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം അഫയേഴ്സ് ശ്രീ നിത്യാനന്ദ റായ് നമ്മളെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. 2023 ഇന്ത്യയിൽ ആകമാനം 1,09,546 കേസുകളാണ് നാർക്കോട്ടിക് NDPS ആക്ട്, നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ. അതിൽ നമ്മളെ കേരളത്തിൽ നിന്നുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30,715. നമ്മൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പഞ്ചാബ്, അവിടുത്തെ കേസുകളുടെ എണ്ണം 11,564. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക, അത് 2,738. നമ്മൾ 2024 കുറച്ച് മൊത്തം കേസുകളിൽ കണക്ക് കുറഞ്ഞു. 89,913 കേസാണ് ഇന്ത്യയിലാകമാനം രജിസ്റ്റർ ചെയ്തത്. അതിലും കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വലിയ കുറഞ്ഞിട്ടില്ല, 27,701 കേസാണ്. നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ 3,33,00,000 ആളുകളാണ് ഉള്ളത്. കർണാടകയിലാണെങ്കിൽ 6,11,00,000 ആളുകളാണ്. ശരിയാണ്, നമ്മൾ കേരളം എന്ന് പറയുന്നത് MP സാർ നേരത്തെ പറഞ്ഞ പോലെ പല സംഗതികളിലും മുമ്പിലാണ്. സാക്ഷരതയിലും നമ്മൾ ആരോഗ്യരംഗത്തൊക്കെ മുമ്പിലാണ്. അതുപോലെ തന്നെ കേസ് കണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും മുമ്പിലാണ്. ഇവിടെ നടക്കുന്ന ഒരു കുറ്റം പോലും അല്ലെങ്കിൽ ഒരു കൊലപാതകം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നില്ല. പല സ്റ്റേറ്റിലും അങ്ങനെയല്ല. അതുകൊണ്ടൊക്കെ ആ റേറ്റ് നമ്മളെ കണക്ക് കൂടും. കാരണം നമ്മൾ ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു വലിയ ശതമാനം നമ്മളുടെ ഏജൻസികൾ, എക്സൈസ് ആയാലും പോലീസ് ആയാലും കണ്ടെത്തുകയാണ്. ഇത് ഞാൻ അവതരിപ്പിച്ച കണക്ക് ഡ്രഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ മാത്രമാണ്. അത് ടുബാക്കോ ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ മദ്യമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ അതിന് പുറമെയാണ്. എന്തായാലും നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഇതിൻ്റെ ഉപയോഗം വളരെ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കഴിഞ്ഞതിന് മുമ്പേ പ്രീവിയസ് 4 വർഷത്തേക്കാൾ ഇരട്ടിയായിട്ടാണ് ഈ കേസുകളിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഇതിനകത്ത് 3 സംഗതികളാണ്. നേരത്തെയും ലഹരിയായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, ഒന്ന്, നമ്മളിത് ഈ ലഹരിയായിട്ട് പിടിക്കപ്പെടുന്ന ആളുകൾ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണെന്നുള്ളതാണ് ഒന്ന്. നമുക്കറിയാം, നമ്മളെ ഏത് സമൂഹത്തിലെയും ഏത് കുടുംബത്തിലെയും കരുത്ത് എന്ന് പറയുന്നത് ആ വീട്ടിലെ അല്ലെ ആ സമൂഹത്തിലെ അല്ലെ ഒരു രാജ്യത്തിലെ യുവാക്കളാണ് അല്ലേ? അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മളെ കുടുംബത്തിലൊക്കെ അവരുടെ പുരോഗതി എന്ന് പറയുന്നത്. ആ യുവാക്കളെയാണ് ഇന്ന് ഈ മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. അവിടെയാണ് നമ്മളെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും വലിയ വെല്ലുവിളി അതാണ്. ഇത് അവരുടെ ചിന്ത അല്ലെ? നമ്മൾക്കറിയാം, നേരത്തെ ഇത് ലഹരിയൊക്കെ അടിമപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു 35, 40 അല്ലെ 50, 60 വയസ്സുള്ള ആളുകളെ നമ്മൾ റോഡിലൊക്കെ വീണെടുക്കുന്നത് കാണായിരുന്നു അല്ലേ നമ്മളെ മുൻകാലങ്ങളിൽ. ഇന്ന് അങ്ങനെയല്ല. നമ്മളെ കുട്ടികൾ അല്ലെ നമ്മളെ യുവാക്കളാണ് ഇതിനെ വലിയ വിക്ടിമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, മുമ്പുള്ള തരത്തിലുള്ള ലഹരി വസ്തുക്കളല്ല ഇന്ന് നമ്മളെ സമൂഹത്തിലുള്ളത് എന്നുള്ളതാണ്. ഞാൻ 2017 ബാലുശ്ശേരി റേഞ്ചിലെ ഇൻസ്പെക്ടറായിരുന്ന സമയത്താണ് ഞങ്ങൾ എക്സൈസിൽ ആദ്യമായിട്ട് MDMA കേസ് എടുക്കുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല. ഞങ്ങൾ പഠിക്കുമ്പം കാണിച്ചു തന്ന വിഷ്വൽസൊക്കെ കാണിച്ചു തന്ന ഒരു ഇതുള്ളൂ MDMA എന്താണെന്ന്. അപ്പം നമ്മൾ വേറെ ഒരു മരുന്ന് അവൻ കൊണ്ടുവരുന്നു എന്നുള്ള ഇൻഫർമേഷനിൽ രാവിലെ തന്നെ ഇവൻ ബാംഗ്ലൂർ എവിടെ പോയതാണ്, ഒരു MCOM BCOM കഴിഞ്ഞ യുവാവാണ്. അങ്ങനെ ഇവൻ്റെ വീട്ടിലേക്ക് പോവാണ് രാവിലെ ഇവനെ സെർച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവൻ വന്നോളൂ, കുളിക്കാനായിട്ട് കയറിയിട്ടുള്ളൂ ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോൾ ഈ മേശയിൽ
ഇവൻ്റെ അടുത്ത് ഇവൻ മേശപ്പുറത്ത് ഒരു ഒരു കവറിൽ ഈ സാധനം കാണാൻ എനിക്കന്ന് പിക്ചറിൽ കണ്ട ഒരു ഓർമ്മയാണ്. ഞാൻ ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു. അതെ ആണോ എന്ന് ചോദിച്ചു. MDMA ആണോ? അപ്പോൾ സാറേ അതാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ കേസ്. അന്ന് കേസ് കിട്ടിയ സമയത്ത് ഇത് എങ്ങനെ പത്രത്തിൽ കൊടുക്കണം, MDMA എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഫുൾ ഫോം മെത്തിലിൻ ഡയോക്സി മെത്താഫെറ്റമിൻ എന്നൊക്കെ കൊടുത്ത് ഞാൻ അത്രയും കോംപ്ലക്സ് ഇതാണ്. പക്ഷേ ആ 2017 ഇന്ന് എത്തുമ്പോൾ ഏത് കുഞ്ഞു കുട്ടിക്ക് പോലും ആ മരുന്നിൻ്റെ പേര് അറിയുന്ന സുപരിചിതമായിരുന്ന ഒരു പേരായിട്ട് മാറുകയാണ്. അത്രയും ചെറിയ കാലഘട്ടം കൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ ആ മരുന്ന് വ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാവുന്നത് എങ്ങനെയാണ്? നമ്മളെ ചിന്താശക്തിയാണ്, അല്ലേ? നമ്മളെ തിരിച്ചറിവാണ്. നമ്മളെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, നമ്മളെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, നമ്മളെ അമ്മയോട് എങ്ങനെ പെരുമാറണം, നമ്മളെ സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ ന്യൂജൻ രാസലഹരികൾ നമ്മളെ തലച്ചോറിലെ നമുക്കറിയാം ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്തകളും എല്ലാം ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള രാസപ്രവർത്തനത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം അവൻ്റെ ചിന്തകളെല്ലാം ഇതിനാൽ ഈ മയക്കുമരുന്ന് കൊണ്ട് നിയന്ത്രിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു സ്വാഭാവിക മനുഷ്യനുണ്ടാവേണ്ട ചിന്ത അവനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്താനും അല്ലെ സ്വന്തം ഭാര്യയെ കുത്തി പരിക്കേൽപ്പിക്കാനൊക്കെ അവൻ തോന്നുന്നത്. നമുക്കറിയാം, പുതിയ ന്യൂ ജനറേഷൻ ഓണാവുക എന്ന് പറയാം. ഓണാവുക എന്താ? ഓണാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രയോഗമാണ് കുട്ടികളുടെ ഇടയിൽ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് ഓണാവുക എന്ന് പറയാം. അപ്പോൾ ഓണായാൽ മാത്രമേ അവന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്ത സമയം ഓഫാണ്. അത് യന്ത്ര കണക്കേ ആവുകയാണ്. ഓണാവുമ്പോൾ അവന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? നമ്മളെ ഇതിൽ അത്തരം മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഡോപ്പമിൻ എന്ന് പറയുന്ന ഇത് നമ്മളെ തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, അല്ലേ? നമുക്ക് സന്തോഷം നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാര്യം കാണുമ്പോൾ, നമ്മളെ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ ഡോപ്പമിൻ നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത്തരം രാസവസ്തുക്കൾ നമ്മളെ തലച്ചോറിലെ ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് ഇത്തരം എന്താ പറയുക രാസപദാർത്ഥങ്ങളിലൂടെ നമ്മൾ കൃത്രിമമായിട്ട് അവന് സന്തോഷം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് ദുഃഖിക്കേണ്ട സമയത്ത് അവന് ദുഃഖിക്കാൻ കഴിയില്ല, സന്തോഷിക്കേണ്ട സമയത്ത് അവന് സന്തോഷിക്കാൻ കഴിയില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ മയക്കുമരുന്ന് അടിമപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഓണായേ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് അവനെ കൊണ്ട് ഒന്നും നമുക്ക് പറ്റാത്ത രീതിയിലേക്ക് അവൻ അധപ്പതിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വലിയ ഇപ്പം നമ്മളെ മാർക്കറ്റിലുള്ള ഈ ഇത്തരം മരുന്നുകളാണ് നമുക്ക് വലിയൊരു വെല്ലുവിളി. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മളെ നേരത്തെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ആൺകുട്ടികളാണെങ്കിൽ, അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളും ഇത് ഉപയോഗിക്കുന്നതിലും ഒരു വലിയ ശതമാനം പെൺകുട്ടികൾ കടന്നു വരികയാണ്. നമ്മൾ പെൺകുട്ടികളെ കൂടി അവരുടെ ഗ്യാങ്ങിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. നമുക്കറിയാം, 1 ഗ്രാം ഈ രാസലഹരിക്ക് കൊടുക്കേണ്ടത് ഒരു 2500-3000 രൂപയാണ്. ഇതിൻ്റെ ഉപഭോക്താക്കളെല്ലാം ചെറുപ്പക്കാരാണ്, സ്വന്തമായി വരുമാനമില്ലാത്തവരാണ്, ഒന്നുമില്ല യുവാക്കളാണ്, വരുമാനമുള്ളവരുണ്ടാവാം. അപ്പോൾ അവനത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവനത് വിൽപ്പന നടത്തിയേ പറ്റൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മണി ചെയിൻ ഉണ്ട്, അല്ലേ? മണി ചെയിൻ ഇപ്പോൾ ഒരാൾ നമ്മൾ ചേർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു 5 ആളെ ചേർത്തു, അപ്പോഴാണ് നമ്മളെ കാശ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ചേർത്തിയ 5 ആളുകൾ വീണ്ടും ഒരു 5 ആളെ ചേർത്തു, അപ്പോൾ നമുക്കതിൻ്റെ ലാഭം കിട്ടും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വ്യാപനം നടക്കുന്നത്. ഒരു കുട്ടി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട കുറച്ച് ആളുകളെ ഇതിൻ്റെ ഉപഭോക്തായി കണ്ടെത്തുകയാണ്. അപ്പം നമുക്കറിയാം, ഇത് ഒരാൾ അറിയാതെ തന്നെ കൊടുക്കാം. ഇപ്പോൾ പെൺകുട്ടികൾക്കുള്ള പ്രശ്നം അതാണ്. ഇപ്പോൾ ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ചോയ വ്യത്യാസമൊന്നും കാണില്ല. അപ്പോൾ ആ സമയത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് പിന്നീട് റിക്ലക്ട് ചെയ്യാൻ അവന് സാധിക്കാതെ വരും. അപ്പോൾ അതാണ് ഇതിന് വലിയ അപകടം. ചെറുങ്ങനെ കൊടുത്ത് അവരെ ആളുകളാക്കി. അപ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ ഞങ്ങൾ റോട്ടിലിരുന്ന് നിങ്ങൾ കാറിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചു, ഒരു സ്ത്രീകളും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോട്ടെ എന്ന് പറയും.
കാരണം അവർ കുടുംബമായിട്ട് പോകുന്ന ആൾ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. കാരണം സ്ത്രീകളെ കൂടെ നിർത്തി ഇത് കടത്താനും മറ്റും ഉപയോഗിക്കാം. അപ്പോൾ ആരെങ്കിലും ഇതുപോലുള്ള എക്സൈസോ പോലീസോ വഴിയിൽ നിന്ന് കൈ കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇതുകൊണ്ടാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുകൊണ്ടാണ് ഇന്നത്തെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ എന്ന് വിചാരിച്ച് നമ്മളെ യുവാക്കളെല്ലാം പ്രശ്നക്കാരാണോ? അല്ല. മക്കളെ നമ്മൾ അങ്ങനെ എല്ലാ കുട്ടികളെയും സംശയത്തിലോട് കാണരുത്. ഒരു ചെറിയ ശതമാനം കുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ ജയിലുകളിൽ 2 കേസുകൾപ്പെട്ട ആളുകളാണ് ഉള്ളത്. ഒന്ന് നേരത്തെ സാറ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് NDPS ഈ മയക്കുമരുന്ന് കേസിൽപ്പെട്ടതും അതുപോലെ തന്നെ പോക്സോ കേസിൽപ്പെട്ട ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജയിൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രതിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി കോഴിക്കോട് ജയിലിൽ പോയി. അവിടെ താമസിപ്പിക്കാൻ കൊള്ളുന്ന ആളിനേക്കാൾ ഇരട്ടി ആളുകളാണ് അവിടുത്തെ ഇൻമേറ്റ്സ് ആയിട്ടുള്ളത്. അപ്പം ആളുകൾ ഇത്തരം കേസിൽപ്പെട്ട് അകത്ത് പോവുകയാണ്. എങ്ങനെയാണ് കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് വിറ്റേ പറ്റും. അപ്പോൾ ഇത് വിൽക്കുമ്പോൾ ഇവൻ പിടിക്കപ്പെടുകയാണ്. ഇത് പുതിയ രാസലഹരികൾ വലിയ ശിക്ഷയാണ്. നമ്മൾ പറയുന്ന ഈ MDMA എന്ന് പറഞ്ഞാൽ 1/2 ഗ്രാം വെച്ചാൽ തന്നെ അവനെ നമുക്ക് റിമാൻഡ് ചെയ്യാവുന്ന കേസാണ്. അത് 10 ഗ്രാം ആണെങ്കിൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിലേക്ക് വരികയാണ്. അത് മിനിമം 10 കൊല്ലമാണ്. അഡ്വക്കേറ്റ്സ് ആയിട്ട് ആരുള്ള ആളുകൾ അവർക്കറിയാം. ജഡ്ജ് വിചാരിച്ചാൽ പോലും അവന് 10 വർഷത്തിൽ താഴെ കൊടുക്കാൻ പറ്റില്ല. 10 to 20 ഇയേഴ്സാണ്, മിനിമം 10 വർഷമാണ്. മനസ്സിലായില്ലേ? നമ്മളൊരു കുട്ടി ആലോചിച്ച് നോക്കൂ, 10ഉം 15ഉം വർഷം റിമാൻഡ് ചെയ്യപ്പെട്ട ഒരു കുട്ടി ജയിലിൽ കിടക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. എനിക്കറിയാം, ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ക്രൈംബ്രാഞ്ചിലായിരുന്നു. ഒരുപാട് കേസുകൾ. മലപ്പുറത്തുള്ള ഒരു കേസ് ഞാൻ അന്വേഷിക്കും. നമ്മളെ കോഴിക്കോടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരിതുപോലെ കൂട്ടം കൂടി ഇതുപോലെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിലൊരു പയ്യൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത്, എനിക്കൊരു കൊറിയർ വരാനുണ്ട്, നീ ഒന്ന് പോയി കളക്ട് ചെയ്യണം, നീ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. അപ്പം ഇവൻ്റെ ബൈക്കും എടുത്ത് ഈ കൊറിയർ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത്, ഇത്ര ഒരു കൊറിയറിൽ മയക്കുമരുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ പയ്യൻ വന്ന് വാങ്ങി പോകുമ്പോൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി പിടിക്കുക. അങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ 200 LSD സ്റ്റാമ്പുകളാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണ്. ഒരു എക്സ് സർവീസ്മാൻ്റെ മകനാണ്, ഒരേ ഒരു മകനാണ്. അയാൾ മിക്കവാറും ദിവസങ്ങളിൽ ഈ തവനൂർ ഹൈ സെക്യൂരിറ്റി പ്രിസണിലാണ് അവൻ ഉള്ളത്. അവിടെ അതിന് മുമ്പിൽ പോയി നിൽക്കുക. ഞാനവിടെ പയ്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ പിതാവ് അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, അവിടുത്തെ ജയിലിലെ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു, എന്താണ് ഇയാൾ എന്തിനാണ് വന്നത്? അപ്പോൾ അയാൾ മിക്കവാറും ദിവസം വരും സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനെന്നെ വിളിച്ചു. എൻ്റെ മുമ്പിൽ നേരത്തെ വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് കരഞ്ഞ ആളാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാനില്ല. കാരണം ഈ പയ്യൻ്റെ കയ്യിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല സാറേ, എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനമില്ല, വെറുതെ എൻ്റെ മകനിവിടെ കിടക്കല്ലേ, ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്ന് പോവും, അതാണ് ഒരേ ഒരു മകൻ. അതേപോലെ തന്നെ നമ്മളറിയാം, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പല കുറ്റകൃത്യങ്ങൾക്കും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് വയസ്സുകാലത്ത് നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ട ഗതി വരും. അത്തരം കേസുകളുമുണ്ട്. ഒരു പയ്യൻ ഇതൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പം ഈ വീട്ടിലിതെല്ലാം കൊണ്ടുവച്ചിട്ട് അവനില്ലാത്ത സമയത്ത് വീട്ടിലുള്ള ആളോട് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ സാധനം എടുത്തു കൊടുക്കാൻ പറയും. അപ്പോൾ വലിയ അളവിൽ ഈ സാധനം വീട്ടിൽ വെച്ച് അവൻ ടൂറിന് പോയതാണ്. അപ്പോൾ ഇവൻ എടുത്ത് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയ ആളെ ഞങ്ങൾ പിടിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് പിടിച്ച വിവരം ഇവൻ എങ്ങനെയോ അറിയുന്നു. അപ്പോൾ പറഞ്ഞു, വീട്ടിലെ ആളോട് വിളിച്ച് പറയുകയാണ്, ഈ സാധനമൊക്കെ എടുത്ത് ഒഴിവാക്കണം, എക്സൈസുകാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് പോകുന്ന ഈ വീട്ടിലെ മാതാപിതാക്കളെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ വേറെ ആരുമില്ല ഈ വീട്ടിൽ, അവരെ കേസെഴുതി. ഈ 2 പേരെയും ഏകദേശം 34 വർഷമാണ് തടവിൽ വിധിച്ചത്. ഇത്
ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വലിയ കർശനമായ നിയമങ്ങളാണ് ഈ നമ്മളെ ഇപ്പോൾ പുതിയ രാസലഹരികൾക്കൊക്കെ ഉള്ളത്. ഈ കഞ്ചാവിൻ്റെ കേസിലൊക്കെയാണ് ഈ ചെറിയ ക്വാണ്ടിറ്റി പിടിച്ച ജാമ്യം കിട്ടുന്നത്. മറ്റുള്ള കേസുകളിലൊന്നും ജാമ്യം കൊടുക്കാൻ പറ്റിയ കേസല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനിയിപ്പോൾ ഇപ്പം നമുക്കറിയാം, നമ്മളെ ചുറ്റുപാടുള്ള കുട്ടികൾ, ചില കുട്ടികളൊക്കെ പെട്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ അവരൊന്നും മാറ്റി നിർത്തേണ്ടവരല്ല. അവരൊക്കെ നമുക്ക് ചികിത്സയിലൂടെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ ഒക്കെ തിരുത്തി നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തി നമുക്ക് കൊണ്ടുപോകണം. ഇത് പലപ്പോഴും ഞങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത്, എനിക്ക് ഇത്രയും വലിയ ശിക്ഷ ഇതിനുള്ള കേസായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുകയാണ്. സ്കൂളുകളിൽ പോയിട്ട് എക്സൈസ്, ഇപ്പോൾ 2 രീതിയിലാണ് ഇതിനെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ബോധവൽക്കരണം. സ്കൂളുകളിലും കോളേജുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം പോയി ക്ലാസ്സുകളെടുത്ത് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി കുട്ടികളെ മനസ്സിലാക്കുകയാണ്. രണ്ടാമത്തെ രീതി എൻഫോഴ്സ്മെൻ്റാണ്. ഇത്തരം ആളുകളെ, നമ്മളെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം, ഒരു കച്ചവട സ്വഭാവത്തെ ഒരു പക്ഷേ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം എങ്ങനെയും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക എന്നുള്ള നമ്മളെ മലയാളികളുടെ ഒരു മനസ്സ്, അത് ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്, അല്ലെ നമ്മളുടെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കാതെ ഉള്ള ആളുകൾ, പല ആളുകളും, കുറച്ച് ആളുകൾ ഇത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. ഏറ്റവും ഡിമാൻഡുള്ള സംഗതി, നിങ്ങൾ എത്ര കിലോ കൊണ്ടുവന്നാലും ഇവിടെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചിലവാകുന്ന സംഗതികളാണ്. അപ്പോൾ അത്തരത്തിൽ ലാഭം കൊയ്യാൻ ചിലർ നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് ഒറ്റപ്പെടുത്തണം, അവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരുന്നേ വേണം. നമ്മളെ കുട്ടികളെ നമ്മൾ ഈ ഒരു വിപത്തിലേക്ക് പോകാതെ നമുക്ക് ആക്കണം. നമുക്ക് 2 രീതിയിലാണ് നമ്മളെ കുടുംബം തകർന്നു പോകുന്നത്. ഒന്ന്, വല്ല മാരകമായ അസുഖങ്ങൾ. ഒന്ന്, ലഹരിയുടെ അടിമത്താണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഈ സയൻസ് ഒരുപാട്, അല്ലേ, ആരോഗ്യരംഗം ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചികിത്സിക്കാൻ സ്ഥലങ്ങളുണ്ട്, ചികിത്സിച്ച് മാറ്റാവുന്നതുള്ളൂ. പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ട നമ്മളെ കുടുംബം തകർന്ന് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാമ്പയിൻ തന്നെയാണ്. ഞാനതാണ് ശ്രദ്ധിച്ചത്. ലഹരിയില്ലാ നാട്, ശാന്തിയുള്ള വീട്. പല വീട്ടിലും അശാന്തി വിളയുകയാണ്. ഒരുപാട് അമ്മമാർ ഞങ്ങളെ വിളിക്കാറുണ്ട്, സ്വന്തം മകനെ എങ്ങനെയെങ്കിലും നിങ്ങൾ 4 ദിവസം ഒരു ജയിലിൽ കൊണ്ടിടൂ, ഞങ്ങൾക്ക് വീട്ടിലൊരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്ന കേസുകൾ ഒരുപാടുണ്ട്. പക്ഷെ അത്രയും ബുദ്ധിമുട്ടാണ് സ്വന്തം മക്കളെ കൊണ്ട്, ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ, കുട്ടികളെ കൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് വലിയൊരു ഘട്ടത്തിലാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ നമ്മളൊരു പോളിടെക്നിക് ഹോസ്റ്റലിൽ 2 കിലോ കഞ്ചാവ് ആയിട്ട് അറസ്റ്റ് ചെയ്ത ഒരു യുവാവിനെ. ഹോസ്റ്റലിൽ പഠിച്ചുള്ള ആളുകൾക്കറിയാം എത്ര ആളുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് കണക്കെടുക്കേണ്ടത്. കാരണം അവിടെ നമുക്ക് രക്ഷിതാക്കളില്ല, അധ്യാപകരില്ല, ഒരേ പ്രായത്തിൽപ്പെട്ട സുഹൃത്തുക്കളായ കുറേ ആളുകളാണ്. അവരെ പ്രായം അതാണ്, എന്തും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ പ്രായമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ നമുക്ക് ഇനിയും ആവർത്തിച്ചുകൂടാ, അല്ലേ? നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ഈ കൊറോണയൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. നമ്മളെ കുട്ടികളെ എന്ന് വിചാരിച്ച് എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെല്ലാവരും സംശയത്തോടെ കാണരുത്. അവരെ ശ്രദ്ധിക്കുക. അവരുടെ പെരുമാറ്റത്തിൽ നമുക്കറിയാം, ചെറിയ മാറ്റങ്ങളൊക്കെ അഡൾസൻ്റ് ഏജിൽ ഉണ്ടാവാം നമ്മളെ കുട്ടികളുടെ ഉമ്മമാർക്കാണ്, ഇവിടെ നിൽക്കുന്ന ഉമ്മമാർക്കാണ് അത് കൂടുതൽ. തൻ്റെ കുട്ടികളുടെ ഓരോ ചെറിയ മാറ്റവും, മുഖത്തുണ്ടാകുന്ന ഒരു വാട്ടം പോലും അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അതിനകത്ത്. നമ്മളെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളെ കുട്ടികൾ, നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്, അതൊക്കെ അവരുടെ കൂടെ പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകും. അവരെ സ്നേഹത്തോടെ തന്നെ നമ്മളെ കൂടെ നിർത്തണം. അപ്പോൾ ഇത് അടിമപ്പെട്ട കുട്ടികളെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറയുന്നത് പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യത്യാസമാണ്.
പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് വൈകാരികമായി ഇതാക്കുക, അങ്ങനെ ഒരു ഇതുണ്ടാവും. പിന്നെ ഒന്നുള്ളത് പഠനത്തിലൊക്കെ പിന്നോക്കം പോവുക. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് അവൻ 10ാം ക്ലാസ് വരെ ഫുൾ A+, അല്ലെങ്കിൽ +2 ഫുൾ A+ ഉണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലൊക്കെ പിന്നോക്കം പോകുന്ന അവസ്ഥ. അല്ലെങ്കിൽ പണത്തിന് കൂടുതൽ ആവശ്യങ്ങൾ വരിക. അതില്ലാത്തപ്പോൾ നമ്മൾ കൊടുക്കാതെ തികയാതെ വരുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങുക. പിന്നെ ചില സമയത്ത് വലിയ ആവേശമുള്ള, നേരത്തെ പറഞ്ഞ മാതിരി ചില സമയത്ത് അവൻ തീരെ ഡൗൺ ആവുക, എന്ത് പറഞ്ഞാലും അവന് ഉത്സാഹമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. തുടക്കത്തിലെ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമുക്കത് തിരുത്തി നമ്മളെ കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ നിലവിൽ കുറേ ഡി-അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് നമ്മളെ നാട്ടിൽ. അപ്പം ഇതിനൊരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റിയ പ്രോട്ടോക്കോളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവൻ ഇതിന് ഈ ചികിത്സയ്ക്ക് വിധേയനാവുന്ന ആളുകൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായിട്ട് ഒരു മോചനം സാധ്യമാവുള്ളൂ. എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അത്തരം ആളുകളെ നമുക്ക് വീണ്ടും അവനെ നമ്മളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന ആളുകളും അല്ലെങ്കിൽ അതിന് അടിമപ്പെട്ട ആളുകൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരൊന്നും അത്ര എന്താ പറയുക, പല സാഹചര്യം കൊണ്ട് അത്തരം ആയിപ്പോയ ആളുകളാണ്. അവരൊക്കെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ രീതിയിലുള്ളൊരു പ്രവർത്തനം കൂടി ഉണ്ടാവണം. അപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശാന്തിയുള്ള വീട് നമുക്ക്, പിന്നെ ഈ ഒരു കാര്യം ഇതിനകത്ത് ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങൾ ഈ ഇത്തരം കുറ്റവാളികളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ, നമുക്ക് കുട്ടികളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭൂരിപക്ഷം കുട്ടികളും, ഒരു 80% കുട്ടികളും കുടുംബത്തിൽ പല പ്രശ്നങ്ങളായിട്ടുള്ള കുട്ടികളാണ്. ഇത്തരം കേസിൽ ഇത്തരം മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പോകുന്ന കുട്ടികളിൽ അധികവും ഉള്ളത്. ഇപ്പം ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് വേർപിരിഞ്ഞ കുടുംബത്തിൽ, അല്ലെങ്കിൽ വീട്ടിലെത്തിയാൽ അവിടെ വലിയ പ്രശ്നങ്ങളുള്ള കുടുംബത്തിലെ ഭൂരിപക്ഷം കുട്ടികൾ. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല, വലിയ നല്ല രീതിയിലുള്ള കുട്ടികളും വരുന്നുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള കുട്ടികളാണ് കൂടുതലും ഇതിനകത്തേക്ക് വഴിപ്പെട്ടു പോകാൻ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സാധ്യതയുള്ളത്. അത് നമ്മൾ രക്ഷിതാക്കൾ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ എങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മളെ ഭാര്യാഭർത്താക്കന്മാർ ആ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കിട്ടാത്ത സ്നേഹം തേടി, വീട്ടിൽ കിട്ടാത്ത കരുതൽ തേടി, വീട്ടിൽ കിട്ടാത്ത സമാധാനം തേടി നമ്മൾ കുട്ടികൾ പുറത്തേക്ക് പോകും. പക്ഷേ ആ കിട്ടുന്ന സമാധാനം അവർ കപട സ്നേഹവും കപട ഇതുമായിരിക്കും എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അവർ ഇതുപോലെയുള്ള തെറ്റുകളിലേക്ക് പോയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് നമ്മളുടെ കുടുംബം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ ശാന്തി ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിൽ രക്ഷിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും തുല്യ പങ്കാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ തന്നെ അവരോട് പറയാനുള്ള ഇതെനിക്കുണ്ടോ, യോഗ്യത എനിക്കുണ്ടോ എന്ന് ഓരോ രക്ഷിതാവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മൾ ഒരു കാര്യം പറയണമെങ്കിൽ, മക്കളോട് പറയണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്ക് വേണം. ആദ്യം നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മളെ കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ. അതിനും നമ്മളെ ഭാഗത്തുനിന്നുള്ള ജാഗ്രത ഉണ്ടാവണം. കേരള സമൂഹം ഇതിനെ മറികടക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, വലിയ പ്രശ്നങ്ങൾ, കൊറോണ അല്ലെങ്കിൽ നിപ്പ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ പ്രളയം പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒന്നായി നേരിട്ട പോലെ ഈ ഒരു വിപത്തിനെയും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന നിലയ്ക്ക് കുറച്ച് കേസുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്കൊക്കെ ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ ഇതുപോലെ കൊണ്ടുപോകണം. ഇതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച്, ഞങ്ങൾ മാത്രം കേസെടുത്ത് കൂട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ പിടിച്ച് ജയിലിട്ടുകൊണ്ടോ മാത്രം ഇത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരുമിച്ച് ഇതിനെതിരെ പൊരുതാം. ഇതിനെതിരെ വലിയ പ്രതിരോധ മതിൽ തീർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ KNM സംഘടിപ്പിച്ച ഈ പദ്ധതി, നല്ല കേരളം പദ്ധതി, ലഹരിയില്ലാ നാട് ശാന്തിയുള്ള വീട് എന്ന പദ്ധതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.